എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എനിക്ക് എങ്ങനെ കപ്പലിൽ ജോലി ലഭിച്ചു, ഞാൻ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഇതിനു വേണ്ടി യൂസ് ചെയ്തു, എത്രയ്ക്ക് രൂപ ഇതിനു വേണ്ടി എനിക്ക് ചെലവായി, പിന്നെ ഞാൻ ഈ ഡോക്യുമെന്റ്സ് എവിടെ നിന്നൊക്കെയാണ് എടുത്തത്, അതിനുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കപ്പലിൽ ഓൾറെഡി ഹയറിംഗിന് ശേഷം ഡോക്യുമെന്റ്സ് പ്രോസസിംഗിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഭാവിയിൽ കപ്പലിൽ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായും ഈ വ്ളോഗ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്നത്തെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഓൺലൈൻ വഴി ജോലി ലഭിക്കുമോ, ഇത് ഫേക്ക് ആണോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ എനിക്ക് തീർച്ചയായും നിങ്ങളെ പോലെ തന്നെ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന പോലെ തന്നെ റോയൽ കരീബിയൻ കാരിയേഴ്സ് എന്ന് വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിസിബിൾ ആകും കമ്പനിയുടെ ഡയറക്റ്റ് വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ, നിങ്ങളുടെ പ്രൊഫഷൻ ഏത് കാറ്റഗറിയുമായി യോജിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസിംഗ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അപ്ലൈ ചെയ്തതിനു ശേഷം എറൗണ്ട് 1 മാസമാണ് പിടിച്ചത്. 1 മാസം പിടിച്ചതിനു ശേഷം കമ്പനി ഡയറക്റ്റ് കോൾ ചെയ്തു അമേരിക്കയിൽ നിന്നും. ഇതിന്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് USA മയാമിയിലാണ്. അവിടെ നിന്ന് നിങ്ങളുടെ CV ക്രൈറ്റീരിയ യോജിക്കുന്ന, കമ്പനിയുടെ ക്രൈറ്റീരിയയുമായി യോജിക്കുന്നുവെങ്കിൽ ഡയറക്റ്റ് കമ്പനി നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ കോൾ ചെയ്യും. കോൾ ചെയ്തതിനു ശേഷം ഫസ്റ്റ് ചോദിക്കുക ഹോം സിക്നസ് ആണ് സീ സിക്നസ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ. പിന്നെ അനദർ ക്വസ്റ്റ്യൻ 8 മന്ത്സ് 8 മാസം ഓൺ ബോർഡ് സ്റ്റേ ചെയ്യാൻ പറ്റുമോ. ഫോർ ക്രൂവിന്റെ കോൺട്രാക്ട് പീരീഡ് 8 മന്ത്സും ഫോർ ഓഫീസേഴ്സിന്റെ കോൺട്രാക്ട് പീരീഡ് 2.5 മന്തുമാണ്. സോ 8 മന്ത്സ് ഓൺ ബോർഡ് സ്റ്റേ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ജോലി കിട്ടണമല്ലോ. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിൽ വിചാരിച്ചത് എങ്ങനെയെങ്കിലും USA കാണണമെന്ന് മാത്രമാണ് മുന്നിലുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ ഹയറിംഗ്, അനദർ ഹയറിംഗ് വന്നത് സ്കൈപ്പ് ഇന്റർവ്യൂ ആണ് നെക്സ്റ്റ് ഇന്റർവ്യൂ പ്രോസസിംഗ്. സ്കൈപ്പ് ഇന്റർവ്യൂവിൽ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അത് അപ്രൂവ് ആയി. അങ്ങനെ ഫൈനലി അതും പാസ്സായതിനു ശേഷം അറൌണ്ട് 2 മണിക്കൂർ 2 ഹവറിനുള്ളിൽ ഡയറക്റ്റ് കമ്പനി മെയിൽ ചെയ്തു, വെൽക്കം ടു റോയൽ കരീബിയൻ ഫാമിലി എന്ന്. നെക്സ്റ്റ് പ്രോസസ് ആണ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ്. കമ്പനിയുടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, മൈ RCL നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വേണ്ട ഡോക്യുമെന്റ്സ് CDC ബുക്ക്, സെക്കൻഡ് XTCW, തേർഡ് C1D വിസ, പിന്നെ യെല്ലോ ഫീവർ കാർഡ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇത്രയുമാണ് ഡോക്യുമെന്റ്സ് നമ്മൾ മൈ RCL വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ ഷിപ്പിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്രയും ഡോക്യുമെന്റ്സ് എവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഞാൻ ആ സമയത്ത് അബുദാബിയിൽ വർക്ക് ചെയ്യായിരുന്നു, ഫെറാറിയുടെ അബുദാബി എഞ്ചിനീയറിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യായിരുന്നു. സോ ആ സമയത്താണ് ഇത്രയും ഹയറിംഗ് പ്രോസസ് എല്ലാം നടന്നത്. ഡയറക്റ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലുള്ള ഹിരൺ ഇന്റർനാഷണൽ ഡയറക്റ്റ് കോൾ ചെയ്തതിനു ശേഷം അവിടെ വിസിറ്റ് ചെയ്തു. അവരാണ് കൂടുതലും ഈ പേപ്പർ വർക്കും പ്രോസസിംഗ് എല്ലാം അവരാണ് കൂടുതലും ഹെൽപ്പ് ചെയ്തത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ US എംബസി പോയിട്ട് US വിസ ഒരിക്കലും എടുക്കാൻ സാധിക്കുകയില്ല. അതിന്റെ കോമ്പൗണ്ടിൽ പോലും അവർ നമ്മളെ കയറ്റുകയില്ല. നിങ്ങളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഏതെങ്കിലും മറൈൻ റിക്രൂട്ട്മെന്റ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക. മറൈൻ റിക്രൂട്ട്മെന്റ് ഏജൻസി ത്രൂ മുഖേന അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും US വിസ കിട്ടുകയില്ല. എക്സ്പെഷ്യലി C1D സ്പെഷ്യൽ വിസ, C1D വിസയാണ് സീഫേഴ്സിന്റെ വിസ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വന്നത് CDC ബുക്ക്. എന്താണ് CDC ബുക്ക് എന്ന് പോലും അറിയില്ല. ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ തന്നെ ഒരു ഏജൻസി കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടെ പോയി അപ്ലൈ ചെയ്തു. പനാമ CDC ബുക്ക് STCW അവിടെ നിന്ന് എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്തു. ഓൺ ദ സ്പോട്ട് തന്നെ കമ്പനി അത് റിജക്ട് ചെയ്തു. എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ സീഫെയർ ആണെങ്കിൽ നമുക്ക് ഇന്ത്യൻ CDC മസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ കമ്പനിയിൽ ലീവ് അപ്ലൈ ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ഇന്ത്യയിലെത്തി, അതെ കേരളത്തിലെത്തിയതിനു ശേഷം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തത്, യൂറോടെക് മാരിടൈം അക്കാദമിയിൽ 15 ദിവസത്തെ ഒരു കോഴ്സ് ഉണ്ട്, XTCW. ഈ കോഴ്സ് കഴിയുകയാണെങ്കിൽ കോളേജ് തന്നെ ഈ 5 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ 5 സർട്ടിഫിക്കറ്റ് പ്ലസ് ഇൻഡോസ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ CDC ബുക്കിന് വേണ്ടി എലിജിബിൾ ആണ്, അത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിൾ ആണ്. CDC ബുക്ക് എടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ 10ാം ക്ലാസ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ തന്നെ SLC പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും CDC ബുക്ക് കിട്ടുന്നതാണ്. ഞാൻ തന്നെ ഇവിടെ കൊച്ചിയിൽ തന്നെ ഒരു ഏജൻസി കണ്ടുപിടിച്ചതിന് ശേഷം
അവർ ത്രൂ അപ്ലൈ ചെയ്തു. തന്നെ അറൌണ്ട് 3,500 റുപ്പീസ് ആണ് എനിക്കത് സ്പെൻഡ് ആയത്. ഇങ്ങനെ അപ്ലൈ ചെയ്തതിനു ശേഷം എനിക്ക് അറൌണ്ട് 3 മാസം ടൈം പിടിച്ചു. 3 മാസത്തിനുള്ളിൽ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയതിനു ശേഷം റിട്ടേൺ ഞാൻ ദുബായിലേക്ക് എത്തി. എത്തിയതിനു ശേഷം ഇതെല്ലാ പേപ്പേഴ്സും എല്ലാ സർട്ടിഫിക്കറ്റും ഹിനൻ ഇന്റർനാഷണൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പ്രോസസ് വന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ദുബായിലാണ്. ഞാൻ എവിടെയാണ് വർക്ക് ചെയ്ത് അവിടുത്തെ ലാൻഡിൽ നിന്നും മസ്റ്റ് ആയിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്തത് ഡയറക്റ്റ് ദുബായ് പോലീസ് സ്റ്റേഷനിൽ വിസിറ്റ് ചെയ്തതിനു ശേഷം അവർ ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്നത് അറബിയിലാണ്. സോ അത് അറബിയിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കി അത് എടുത്തതിന് ശേഷം റിട്ടേൺ ഹിരൺ ഇന്റർനാഷണൽ വന്ന് അതും സബ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസിംഗ് ആണ് US വിസ പ്രോസസിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ US എംബസിയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫീസ് അടക്കണം. ഹിരൺ ഇന്റർനാഷണൽ കമ്പനിയുടെ ഡയറക്റ്റ് ഹയറിംഗ് ഏജന്റ് ആണ്. ദുബായ് റെക്യൂട്ട് ചെയ്യുന്നത് ഹിരൺ ഇന്റർനാഷണൽ ആണ്, റോയൽ കരിബിയൻ. അവർ ഡയറക്റ്റ് തന്നെ ലിങ്ക് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ US വിസയുടെ പ്രോസസിംഗ് സിമ്പിൾ ആയിട്ട് സാധിക്കുന്നതാണ്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈനിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഫീസ് എല്ലാം അടച്ചു. അറൌണ്ട് 8,500 ആണ് US വിസയ്ക്ക് സ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട്. ഫീസ് എല്ലാം അടച്ചതിനു ശേഷം സെക്കൻഡ് ഡേ തന്നെ US എംബസിയിൽ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ പാസ്സായാൽ മാത്രമാണ് നിങ്ങൾക്ക് US C1D വിസ തീർച്ചയായും ലഭിക്കുന്നത്. US എംബസിയുടെ ഇന്റർവ്യൂ പ്രോസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ലാൻഡ് US ലാൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഷിപ്പിലേക്കാണോ അതോ അവരുടെ ലാൻഡിലേക്കാണോ പോകുന്നത്? പിന്നെ നിങ്ങളിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പ്രസന്റ് സാലറി, പിന്നെ എന്തിനാണ് ഈ ജോബ് ചൂസ് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ US എംബസിയിൽ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് രീതിക്ക് പറഞ്ഞില്ലെങ്കിൽ അവർ ഓൺ ദ സ്പോട്ട് തന്നെ റിജക്ട് ചെയ്യും. 3 തവണ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും എലിജിബിൾ അല്ല നിങ്ങൾ US വിസ എടുക്കാനായിട്ട് തന്നെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, US എംബസി വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം വെൽ പ്രിപ്പയർ ആയിരിക്കണം. അറൌണ്ട് ഒരാഴ്ച 1 വീക്ക് ടൈം എടുത്തു. US എംബസിയിൽ ഇന്റർവ്യൂ പാസ്സായതിനു ശേഷം അറൌണ്ട് 1 വീക്ക് ടൈം എടുത്തു. 1 വീക്ക് ടൈമിനുള്ളിൽ തന്നെ US വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് 5 വർഷത്തെ US വിസയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഓഫീസൽ സെക്ഷനിലുള്ള എല്ലാവർക്കും 5 വർഷത്തെ US വിസയാണ് സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുന്നത്. അതെല്ലാം കിട്ടിയതിനു ശേഷം വളരെ സന്തോഷമായി. എല്ലാ പ്രോസസ്സിംഗും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടെന്ന് വെച്ചത്. അങ്ങനെ പോയി അവസാനം അറൌണ്ട് 4-4.5 മാസം പിടിച്ചു. അപ്പോൾ തന്നെ കമ്പനി എല്ലാ പേപ്പേഴ്സും അക്സെപ്റ്റഡ് ആയി. അങ്ങനെ ഫൈനലി ഞാൻ റിട്ടേൺ കൊച്ചിയിലെത്തിയതിനു ശേഷം നെക്സ്റ്റ് വേണ്ടത് യെല്ലോ ഫീവർ കാർഡ്. ഐലൻഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അറൌണ്ട് 200 രൂപ കൊടുക്കുകയാണെങ്കിൽ യെല്ലോ ഫീവർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് 10 വർഷത്തെ വാലിഡിറ്റിയാണ് ഉള്ളത്. പിന്നെ ഇനി വേണ്ടത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? സൗത്തിലുള്ള ബാലാജി മെഡിക്കൽ സെന്റർ, പിന്നെ പനമ്പള്ളി നഗറിലുള്ള DDRC, ഈ 2 മെഡിക്കലാണ് കമ്പനി അപ്രൂവ്ഡ് ആയിട്ടുള്ള കേരളത്തിൽ RCL ക്രൂയിസിലേക്ക് മെഡിക്കൽ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മെഡിക്കലി ഫിറ്റ് എല്ലാം ഓക്കെ ആയി. ഇതെല്ലാം ഓക്കെ ആയതിനു ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്തു എല്ലാ സർട്ടിഫിക്കറ്റും. അങ്ങനെ വീണ്ടും കമ്പനി എല്ലാ ഡോക്യുമെന്റ്സും അക്സെപ്റ്റഡ് ആയി. അറൌണ്ട് 2 മന്തിന് ശേഷം കമ്പനി ഡയറക്റ്റ് ഒന്നുകൂടി കോൾ ചെയ്ത ശേഷം ഷിപ്പ് റെഡി ആയിട്ടുണ്ട്, ഈ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ജോയിനിങ് ഡേറ്റ് തന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജോയിനിങ് ഡേറ്റ് ആണ് കിട്ടിയത്. ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തത് വാഷിംഗ്ടൺ DC ബാൾട്ടിമോറിലേക്കാണ്. ബാൾട്ടിമോറാണ് പോർട്ട് നെയിം. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പനി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തന്നു. ചില ഡിപ്പാർട്ട്മെന്റ്സ്, മറൈൻ ആൻഡ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാത്തിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ അതർ ഡിപ്പാർട്ട്മെന്റ്, ഷെഫ് ഡിപ്പാർട്ട്മെന്റ്, വെയിറ്റർ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ചില ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചി ടു USA അറൌണ്ട് 75,000 റുപ്പീസ് ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ചില കമ്പനികളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. നിങ്ങൾ അത് ഓർത്ത് അറിയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഓൺ ബോർഡ് എത്തിയാൽ തന്നെ ആ പൈസ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. എല്ലാ പേപ്പേഴ്സും അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഫൈനലി എല്ലാ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. ഫസ്റ്റ് ഫ്ലൈറ്റ് ഓൺ ബോർഡിലെത്തിയതിനു ശേഷം എന്താണ് കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ US വിസ നമുക്ക് എടുക്കാനായിട്ട് 8,500 റുപ്പീസ് ഓൾറെഡി സ്പെൻഡ് ആയിട്ടുണ്ടല്ലോ. പിന്നെ ആ US വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പർ കിട്ടും. ആ പേപ്പർ ഓൺ ബോർഡ് എത്തിയതിനു ശേഷം HR ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ആയിട്ടുള്ള ആ 8,500 റുപ്പീസ് തീർച്ചയായും കമ്പനി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺ ബോർഡ് പോകുന്ന സമയത്ത് US വിസ അപ്ലൈ ചെയ്യുന്ന ഒരു പേപ്പർ കിട്ടും. ആ പേപ്പർ എടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് രീതിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ് ആണ്. എന്റെ കയ്യിൽ റിലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്
എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തന്നെ ജോലി ലഭിക്കുന്നതാണ്. എനിക്ക് സ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട് അറൌണ്ട് 65,000 ഇന്ത്യൻ റുപ്പിയാണ്. 65,000 റുപ്പീസ് ആണ് എനിക്ക് എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ പ്രോസസ്സിങ്ങും ചെയ്യാനായിട്ട് എനിക്ക് സ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട്. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും സ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ സ്പെൻഡ് ആവുമെന്ന്. അപ്പോൾ എല്ലാവരും മടിച്ചു നിൽക്കാതെ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായ രീതിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ നോളജുമായി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായും വരുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടാകുമെന്ന് തീർച്ചയായും അറിയാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ രീതിക്കുള്ള ഒരു നോളജാണ് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നല്ലൊരു മറൈൻ റിലേറ്റഡ് കണ്ടന്റുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായും വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സൈൻ ഓഫ് ചെയ്യണം.